ഒരു വാചകം മാത്രം. സോറി പറയൂ. പക്ഷേ ആ ഭാരം ബാല്യത്തിൽ നിന്ന് യൗവനത്തിലേക്ക്. പലപ്പോഴും നമുക്ക് അറിയാതെ നാം കുട്ടികളെ മിണ്ടാതിരിക്കാൻ പഠിപ്പിക്കുന്നു. ആ ദിവസം ഒരു ഗ്ലാസ് വീണു. അച്ഛൻ ഹരിയോട് കോപിച്ചു. ഞാൻ പറഞ്ഞു, സോറി പറയോ, ഇതൊക്കെ വിട്ടുകളയാം. പക്ഷേ അത് പരിഹാരമല്ല, അവന്റെ വേദന നാം മറയ്ക്കുന്നതാണ്. ഹരി പറഞ്ഞു, അമ്മേ, അത് അറിയാതെ ആയിപ്പോയി. ചെയ്യണമെന്ന് ഞാൻ ഉദ്ദേശിച്ചില്ല. അപ്പോൾ എന്തിനാണ് അച്ഛൻ എപ്പോഴും എന്നെ ശാസിക്കുന്നത്? എനിക്ക് ഭയമാണ്. എനിക്ക് എപ്പോഴും ആശയക്കുഴപ്പമാണ്. എന്തു ചെയ്യണം, എന്തു ചെയ്യരുത്, ഏതാണ് അച്ഛനെ കോപിപ്പിക്കുക എനിക്കറിയില്ല. ഇങ്ങനെ വളരുന്ന കുട്ടികൾ വലുതായാലും ആ ഭയം കൂടെയുണ്ടാകും. മനസ്സ് എല്ലാം അധികം ചിന്തിക്കും. എപ്പോഴും സോറി പറയുന്ന ശീലം. സംസാരിക്കേണ്ടിടത്ത് അവർ മിണ്ടാതെ മാറി നിൽക്കും. പിന്നീട് ഞാൻ അത് അവന്റെ അച്ഛനോട് തുറന്നു പറഞ്ഞു. ചെയ്തത് ശരിയല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതിനുശേഷം ഞങ്ങൾ മാറ്റം കൊണ്ടുവന്നു. ഇനി ഞങ്ങളുടെ വീട്ടിൽ നിലവിളി ഇല്ല, സംസാരിച്ചാണ് കാര്യങ്ങൾ തീർക്കുന്നത്. ആരെങ്കിലും വേദനിച്ചാൽ ആദ്യം കേൾക്കും, പിന്നെ ഒരുമിച്ച് തീർക്കും. ഇത് ഇനി നമ്മുടെ കുടുംബത്തിന്റെ നിയമം. കാരണം മാറ്റം വീട്ടിൽ നിന്നാണ് തുടങ്ങുന്നത്.